കേരളത്തിൽ SDPIയുടെ അടിവേരു തോണ്ടാൻ കേന്ദ്ര ഏജൻസികളുടെ നീക്കം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോട്ടയം, ഈരാറ്റുപേട്ട, പാലക്കാട് തുടങ്ങിയ SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും അതിശക്തമായ റെയ്ഡുകളുണ്ടായിരുന്നു. റെയ്ഡുകളിൽ നിർണായകമായ പല രേഖകളും കണ്ടെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മാസം 3-ാം തീയതി SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ പ്രവർത്തനം സംബന്ധിച്ച നിർണായകമായ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്നവർ, നേതാക്കളായിരുന്നവർ പിന്നീട് SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയും പോപ്പുലർ ഫ്രണ്ട് എന്തൊക്കെ നടപടികളാണോ, എന്തൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണോ രാജ്യത്ത് നടത്തിയത് അതൊക്കെ ഇവർ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി ഹവാല പണമടക്കം കള്ളപ്പണം വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. രാജ്യത്ത് വലിയ ജിഹാദ് പ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ അന്വേഷണ സംഘം കണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SDPIയുടെ ഓഫീസുകളിലേക്ക് തുടർ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസം 3-ാം തീയതി MK ഫൈസി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മാർച്ച് മാസം 6-ാം തീയതി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള SDPI ഓഫീസുകളിലേക്ക് വലിയ റെയ്ഡുകൾ നടക്കുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം 20-ാം തീയതി രാജ്യത്തെ 7 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ കോട്ട, പിൽബാര, അതുപോലെ കേരളത്തിലെ ഈരാറ്റുപേട്ട, അതുപോലെ പാലക്കാട്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ആർക്കോട്, അതുപോലെ തന്നെ മേട്ടുപ്പാളയം തുടങ്ങിയ ഇടങ്ങളിലാണ് റെയ്ഡുകൾ നടത്തിയത്. കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ SDPIയുടെ ഓഫീസുകളിൽ മാത്രമല്ല SDPIയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ വസതികളിൽ റെയ്ഡ് നടന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിലൊന്ന് പാലക്കാട് ഒറ്റപ്പാലത്തെ കബീർ, വിദേശത്ത് ബിസിനസ്സുകാരനാണ്, പ്രവാസി വ്യവസായിയാണ്. ഈ കബീറിൻ്റെ വീട്ടിൽ കൃത്യമായി ഇന്നലെ ഉച്ച മുതൽ തന്നെ ED സംഘം അന്വേഷണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ പരിശോധന, അതിൽ നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കബീറിൻ്റെ ഒരു അടുത്ത ബന്ധു നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു, പ്രാദേശിക നേതാവായിരുന്നു. ഇയാൾ നിലവിൽ വിദേശത്താണ്. വിദേശത്ത് നിന്ന് വൻതോതിലുള്ള തുക പല അക്കൗണ്ടുകളിലൂടെ ഒറ്റപ്പാലത്തെ ചില ബാങ്കുകളിലേക്ക് എത്തിയെന്നും ഇത് ഭീകര പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിച്ചതെന്നുമുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് പനമണ്ണ എന്ന സ്ഥലത്തുള്ള കബീറിൻ്റെ വസതിയിൽ രാത്രി വൈകുവേളം അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഇതിൽ നിർണായകമായ പല തെളിവുകളും ലഭിച്ചിരിക്കുന്നു. MK ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ റെയ്ഡുകൾ EDയും ദേശീയ അന്വേഷണ ഏജൻസിയും ഒക്കെ നടത്തുന്നത്. കേരളത്തിൽ വൻതോതിൽ വിദേശ ഫണ്ട് SDPIയുടെ പ്രവർത്തനത്തിന്, അത് തത്വത്തിൽ PFIയുടെ പ്രവർത്തനത്തിന് തന്നെയാണ് വരുന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി അധികം വൈകാതെ ഈ കേസുകൾ ഏറ്റെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒറ്റപ്പാലത്ത് പനമണ്ണയിൽ മാത്രമല്ല കോട്ടയത്തും മറ്റൊരു റെയ്ഡ് നടന്നു. കോട്ടയത്ത് ചാമപ്പതാലിലുള്ള നൌഷാദിൻ്റെ വീട്. നൌഷാദ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രാദേശിക നേതാവായിരുന്നു. പിന്നീട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം SDPIയിൽ ചേർന്ന് പ്രവർത്തിച്ചു. SDPIയുടെ ഇപ്പോഴത്തെ പ്രാദേശിക നേതാവാണ്. ഇയാളുടെ അക്കൗണ്ടുകളിലേക്ക് വൻ തുക എത്തി എന്നുള്ള സംശയങ്ങൾ നേരത്തെ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. EDക്ക് MK ഫൈസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയത്തുള്ള നിഷാദിൻ്റെ വീട്ടിൽ റെയ്ഡുകൾ നടത്തിയത്. നിഷാദിൻ്റെ വീട്ടിൽ രാത്രി വൈകും വരെ റെയ്ഡുകൾ നടന്നു. രാവിലെ ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകും വരെ നടന്നു എന്നുള്ള വിവരങ്ങളാണ് കോട്ടയത്ത് നിന്ന് ലഭിക്കുന്നത്. ഈ 2 പേരുടെ വീടുകളിലാണ് കേരളത്തിൽ ED കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടത്തിയത്. ഈ 2 പേരും കേരളത്തിൽ SDPIയുടെ പ്രവർത്തനങ്ങൾക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ നടപ്പാക്കുന്നതിന് വിദേശങ്ങളിൽ നിന്നും ഫണ്ട് കടത്തിയവരാണെന്നും ഇവരുടെ അക്കൗണ്ടുകളിലൂടെ വൻതോതിൽ ഹവാല പണം കേരളത്തിലേക്ക് ഒഴുകിയെത്തിയെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, SDPIയുടെ പ്രവർത്തനങ്ങൾക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെയാണ് ഉപയോഗിച്ചതെന്നുമുള്ള വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. ഇതുകൂടാതെ മേട്ടുപ്പാളയം, തമിഴ്നാട് മേട്ടുപ്പാളയത്ത് ഒരാളെ ഇതുകൂടാതെ തമിഴ്നാട് മേട്ടുപ്പാളയം അടക്കമുള്ള ഇടങ്ങളിലും റെയ്ഡുകൾ സംഘടിപ്പിച്ചു. മേട്ടുപ്പാളയത്ത് ഒരാളെ ED അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 28 വയസ്സുകാരനായിട്ടുള്ള വാഹിദുൾ റഹ്മാൻ
വാഹിദുൾ റഹ്മാന്റെ വസതിയിൽ ഇന്നലെ ഉച്ച മുതൽ പരിശോധന നടത്തി. പരിശോധന രാത്രി വൈകും വരെ തുടർന്നു. ഈ സമയത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് SDPI പ്രവർത്തകർ മേട്ടുപ്പാളയത്തുള്ള വാഹിദുൾ റഹ്മാന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്നാൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ED പരിശോധനയ്ക്ക് എത്തിയത്. യന്ത്രത്തോക്കേന്ത്യ നിരവധി ഉദ്യോഗസ്ഥർ, കേന്ദ്ര സൈനികർ ഒക്കെ തന്നെ EDക്ക് സുരക്ഷ ഒരുക്കാനുണ്ടായിരുന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ വാഹിദുൾ റഹ്മാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും രാത്രിയോടെ ഈ വാഹിദുൾ റഹ്മാനെ ഡൽഹിയിലെ ED ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത്, അതിന് സമാനമായ വഴികളിലൂടെ സമാനമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇപ്പോൾ ED മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ SDPIക്കെതിരെയുള്ള നടപടി മുന്നോട്ട് പോകുന്നത്. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇങ്ങനെയായിരുന്നു. 2022 ആദ്യമായി പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിരവധി തെളിവുകൾ ലഭിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ, രാജ്യദ്രോഹത്തിന് ശ്രമിച്ചതിന്റെ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം കൈക്കലാക്കുന്നു. പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നു. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു. കേരളത്തിൽ നടക്കം നൂറുകണക്കിന് ആളുകളെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ SDPIക്കെതിരെയുള്ള നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ SDPIയെ വേഗത്തിൽ നിരോധിക്കാനാകില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിന് മുൻപായി SDPI ചെയ്തിരിക്കുന്ന തെറ്റുകൾ, SDPI ദേശവിരുദ്ധമായി ചെയ്ത പ്രവർത്തനങ്ങൾ, SDPI കേവലം പേരിൽ മാത്രമാണ് രാഷ്ട്രീയ സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി, മറിച്ച് അവരുടെ പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ പ്രവർത്തനമാണെന്നും തികഞ്ഞ ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് SDPI എന്നും നേരത്തെ കേന്ദ്ര സർക്കാരിന് ED സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് SDPIക്കെതിരെയുള്ള ഈ റെയ്ഡുകളിലൂടെയും SDPIയുടെ പ്രാദേശിക നേതാക്കന്മാരെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിലൂടെയും ED ലക്ഷ്യമിടുന്നത്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൃത്യമായി കണ്ടെത്തിയ പക്ഷം NIA ഈ കേസുകളൊക്കെ തന്നെ ഏറ്റെടുക്കും. കേരളത്തിൽ തുടർച്ചയായ റെയ്ഡുകൾ നടത്താനും കേരളത്തിലെ SDPIയുടെ പ്രവർത്തനം പരിപൂർണമായി ഇല്ലാതാക്കാനും SDPIയുടെ അടിവേര് തോണ്ടാനുമുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടിയെടുത്തപ്പോൾ ഏറ്റവും അധികം ഭീകരബന്ധമുണ്ടായിരുന്ന ആളുകളെ പിടികൂടിയത് കേരളത്തിൽ നിന്നാണ്. അന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം തീവ്രവാദത്തിനുള്ള ഫണ്ടുകൾ വന്നത് കേരളത്തിലേക്കാണ്, ഈ കൊച്ചു കേരളത്തിലേക്കാണ്. രാജ്യത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബാണ് കേരളമെന്ന് അന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ പറഞ്ഞതാണ്. വടക്കൻ കേരളത്തിലെ പല ജില്ലകൾ കേന്ദ്രീകരിച്ചും ആ ജില്ലകൾക്കുള്ളിലും തീവ്രവാദത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറത്ത് സത്യസരണി, അതുപോലെ തന്നെ ഗ്രീൻ വാലി അടക്കമുള്ള കേന്ദ്രങ്ങൾ ഒക്കെ പരിവർത്തന കേന്ദ്രങ്ങളാണ്, തീവ്രവാദത്തിന് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. എന്നാൽ അടുത്തിടെ രഹസ്യമായി ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും ഈ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന് വിദേശത്തു നിന്നടക്കം ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതും കേന്ദ്ര അന്വേഷണത്തിനുള്ള കാരണമായി ശക്തമായ രീതിയിൽ കേരളത്തിൽ അന്വേഷണം നടത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. കോട്ടയത്ത് ഈരാറ്റുപേട്ട അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നിതാന്തമായ നിരീക്ഷണത്തിലാണ്. ഏറ്റവും അധികം ഭീകര പ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഈ മേഖലകളിലാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ PC ജോർജ് അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതുമാണ്. എന്തായാലും ഈരാറ്റുപേട്ടയും പരിസര പ്രദേശങ്ങളും അരിച്ചു പറക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ. SDPI ബന്ധം മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന മുഴുവൻ ഇടങ്ങളും പൂർണ്ണമായും കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരിക്കും. കേരളത്തിലെ SDPIയുടെ അടിവേര് മാന്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ.